ഇത് നമുക്ക് കാപ്പിച്ചീനോ ഉണ്ടാക്കുന്നതിന് നോക്കാം. ശരിക്കും കടകളിലെ കാപ്പിച്ചീനോ ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവരൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പാല് തിളപ്പിക്കും. എന്നിട്ട് ഈ തിളപ്പിച്ചേക്കണ പാലിലേക്ക് സ്റ്റീം കിടത്തി വിടും. അങ്ങനെ സ്റ്റീം കിടത്തി വിടുമ്പോൾ ഈ പാല് നന്നായിട്ട് പതഞ്ഞു വരും. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു മെഷീൻ ഉണ്ട്. അതൊരു സ്റ്റീലിന്റെ ഒരു കനം കുറഞ്ഞിട്ടുള്ള ഒരു പൈപ്പാണ് ആ മെഷീനുമ്മ പിടിപ്പിച്ചേക്കുന്നത്. തിളപ്പിച്ചേക്കണ ഈ പാല് ഒരു സ്റ്റീലിന്റെ മഗ്ഗിൽ ഒഴിച്ചിട്ട് ഈ മഗ്ഗ് ഈ പൈപ്പിന്റെ അടിയിൽ വെക്കും. അങ്ങനെ സ്റ്റീം കിടത്തി വിടുമ്പോൾ ഈ പാല് നന്നായിട്ട് പതഞ്ഞു വരും. കാപ്പിച്ചീനയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിച്ചീനയിൽ നന്നായിട്ട് ഫോം ഉണ്ടാവും. അപ്പൊ വീട്ടിലാവുമ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റീം കിടത്തി വിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഞാനിവിടെ പാല് തിളപ്പിച്ചിട്ട് വിസ്ക് വെച്ചിട്ട് പാല് നന്നായിട്ട് പതിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ബ്രൂ കോഫി വെച്ചിട്ട് ഇതിലേക്ക് ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കും. ആ ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്നതിന് ഒരു കറക്റ്റ് മെഷർമെന്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിച്ചീനോയ്ക്ക് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലാക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രൂ വേണം. ബ്രൂ 1.25 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ചൂടുള്ള വെള്ളം വേണം. അതൊരു 3 ടേബിൾ സ്പൂൺ വേണം. ഈ ബ്ലാക്ക് കോഫി നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിന്റെ ഗ്ലാസും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് പതിപ്പിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ പാല് പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കാപ്പിച്ചീനോ ആക്കാന്ന്. നമുക്ക് ആദ്യം തന്നെ പാല് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് പാൽ ഒഴിക്കുക. തീ ഓണാക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പാലിങ്ങനെ നന്നായിട്ട് തിളയ്ക്കണം. പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ പാട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ പാട പിടിക്കും. ഈ പാല് നമുക്ക് ഒരു മഗ്ഗിലേക്ക് ഒഴിക്കുക. നിങ്ങളുടെ സ്റ്റീലിൻ്റെ മഗ് ഉണ്ടെങ്കിൽ അതിലൊഴിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലേക്ക് തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പാല് ചൂടോടുകൂടി തന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാല് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പത വരണം. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫോം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടിയിൽ നിന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഈ ബീറ്റർ ഏറ്റവും അടിയിൽ തൊടാണ്ട് കുറച്ച് മുകളിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പാല് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് ഫോം വന്നിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. ഈ ബ്ലാക്ക് കോഫി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസും ഒരു ടേബിൾ സ്പൂണും എടുക്കുക. ടേബിൾ സ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ സ്പൂണിനെയാണ് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ചെറിയ സ്പൂണാണ് ടീസ്പൂണ്. ഇപ്പോൾ എടുക്കുമ്പോൾ ടേബിൾ സ്പൂണിൽ 1.25 ടേബിൾ സ്പൂൺ ബ്രൂ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. 3 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ചേർക്കുക. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് നിങ്ങളിങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഈ സ്പൂൺ ഇടുന്ന സ്ഥലം മാത്രം കുറച്ച് തുറന്നു വെച്ചാൽ മതി. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് തെറിച്ച് പോകില്ല. ഒരു 5 മിനിറ്റ് ഇത് ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നീക്കി വയ്ക്കാം. ഇനി കാപ്പിച്ചീനോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ ബ്രൂ കോഫി ചേർക്കുക. ബ്രൂ കോഫി ചേർക്കുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഫോം ഉണ്ട്.
ഈ ഫോം ചേർക്കണ്ട, ഇതിനകത്തുള്ള ഈ കോഫിയിലുള്ള വെള്ളം ആദ്യം ചേർക്കുക. അത് നമ്മൾ ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ഫോം അങ്ങനെ പെട്ടെന്ന് വീടില്ല. ഇതിലേക്ക് ഈ കോഫി ഒഴിക്കുക. ഇതിനകത്ത് കുറച്ച് ഫോം ഉണ്ട്, ഇത് നമ്മൾ നീക്കി വെക്കുക. ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മിൽക്ക് ചേർക്കുക. മിൽക്ക് ചേർക്കുമ്പോഴും ആദ്യം മിൽക്ക് ചേർക്കുക, ഫോം ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. ഇനി ഈ മിൽക്കിൻ്റെ ഫോമും ഇത് നമ്മൾ ആ ബ്രൂ കോഫിയുടെ മാറ്റി വെച്ചേക്കുന്ന ഫോമും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിൽക്കിൻ്റെ ഫോമിലേക്ക് ഈ ബ്ലാക്ക് കോഫിയുടെ ഫോം ചേർക്കുക. ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്താൽ മതി, നല്ല സ്പീഡിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോം താണുപോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫോം ചേർക്കാം. ക്യാപ്പിച്ചീനോ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ക്യാപ്പിച്ചീനോയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും.